അതിനെ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിലൊന്നുള്ളത്. കാരണം കുറ്റവാളികളെല്ലാം വലിയ സ്വാധീനമുള്ളവർ. അങ്ങനെ വരുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും നമ്മൾ കരുതിയിരുന്നില്ലല്ലോ. പക്ഷെ അത് സംഭവിച്ചു. ഇല്ല, അത് സംഭവിച്ചു. അതെ, അറസ്റ്റ് ചെയ്യപ്പെട്ട് തന്നെ വലിയ കാര്യം. അക്കാര്യത്തിൽ കേരളത്തിലെ പോലീസിൻ്റെ ആണെങ്കിലും സർക്കാരിൻ്റെ ആയാലും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വലിയ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഇടം ഇന്ന് ഉണ്ട് എന്നുള്ളൊരു വിചാരമുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും ദിലീപിൻ്റെ അറസ്റ്റ് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുടർന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ വന്നിരിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെയാണ്. ഇത് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ഒരു കേസാണ്. കാരണം ഇതിൽ ഒരു പ്രതിയെങ്കിലും ദീർഘകാലത്തെ ഇതുപോലുള്ള ചരിത്രമുണ്ട് നമുക്ക്. ഒരാളെങ്കിലും കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട്, സാഹചര്യ തെളിവുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ പരാതി പറഞ്ഞിട്ടുള്ള ആക്രമിക്കപ്പെട്ടിട്ടുള്ള നടി വളരെ സ്ട്രോങ് ആണെങ്കിൽ അവർ തന്നെയല്ലേ ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത്. അവർ പറയുന്ന തെളിവുകൾ, സാഹചര്യ തെളിവുകളും അല്ലെങ്കിൽ മറ്റു തെളിവുകളും ഒക്കെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അവരാരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഇന്നയാളെ ഞാൻ സംശയിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് ആ വാർത്താക്കുറിപ്പ് വായിച്ചപ്പോൾ അതിൽ വലിയ അസ്വാഭാവികമായിട്ടുള്ള കാര്യമൊന്നും തോന്നിയില്ല. കാരണം അങ്ങനെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഒരു ദിവസത്തെ ചർച്ചയ്ക്കുള്ളൊരു വിഷയമൊന്നുമായിട്ട് എനിക്കന്ന് തോന്നിയിരുന്നില്ല. അത് സ്വാഭാവികമാണ്. പരാതിയിൽ കൃത്യമായിട്ട് ആരുടെയും പേര് പറയാനായിട്ട് പിന്നെ ഈ നടിക്ക് പറ്റിയിട്ടുണ്ടാവില്ല, പറ്റണമെന്നില്ലല്ലോ. കാരണം ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പൾസർ സുനി പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊട്ടേഷനാണ് എന്ന് പൾസർ സുനി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അന്വേഷണത്തിലേക്ക് നീളാനുള്ള ഒരു പരാതിയിലെ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറയുന്നത്. അതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതിനാണ് നമ്മുടെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ അതിനുശേഷം ഉള്ള നിയമ സംവിധാനവും. കോടതിയിൽ പിന്നെ നമുക്ക് എത്രമാത്രം പ്രതീക്ഷിക്കാം എന്നുള്ളതിന് വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ മുൻകാലങ്ങളിലുള്ള കേസുകളിലൊക്കെയും ഒരുപാട് പ്രതികൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ജനവികാരം നടിക്കൊപ്പം എന്നുള്ള അസ്വാഭാവികമായ ഒരു സംഭവം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ദിലീപിന് വേണ്ടി പല രീതിയിൽ PR വർക്കുകൾ നടക്കുന്നുണ്ട്. ചാനലുകളുടെ ഓഫീസുകളിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത എന്തിനു കൊടുക്കുന്നു, ആ സമയത്ത് ആ വാർത്തയായിരിക്കില്ല കൊടുക്കുന്നത് എങ്കിൽ പോലും നിരന്തരമായ ചാനലുകളിലേക്ക് വിളിക്കാൻ ആരൊക്കെയോ നിയോഗിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ, വാട്സപ്പിൽ ഇതിലൊക്കെ ഈ രീതിയിൽ തന്നെ പ്രചാരണം നടക്കുന്നുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കപ്പെടും, അല്ലെങ്കിൽ ഇത് ദിലീപ് എന്ന നടൻ സ്വാധീന ശക്തി ഉപയോഗിക്കുന്നു എന്നതിന് തെളിവായി തന്നെ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മൾ കരുതണമല്ലോ. ദിലീപ് അല്ലെങ്കിൽ ജയിലിൽ ചെന്ന് കിടക്കാൻ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് കിട്ടുന്ന ഒരു ശിക്ഷ ഏറ്റെടുക്കാൻ ദിലീപിനെ പോലുള്ള ഒരാൾ തയ്യാറാവില്ലല്ലോ. നമുക്കറിയാലോ, ധാരാളം സമ്പത്തുണ്ട്, ധാരാളം സ്വാധീനമുണ്ട്, ധാരാളം നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതെല്ലാം ദിലീപ് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വിചാരിക്കാതിരുന്നാൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരാണെന്ന് നമുക്ക് സ്വയം പറയേണ്ടി വരും. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് ദിവസമായി പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുമുണ്ട്. താങ്കളും അതൊക്കെ കാണുന്നുണ്ടാവും. ഞാൻ താങ്കളോട് ചോദിച്ചത്, ഇത് കോടതിയിലേക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് മുഴുവൻ വീഴ്ചയാണ്, പോലീസ് ശരിയല്ല എന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല, പ്രോസിക്യൂഷൻ ശരിയല്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി ബലപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയല്ലേ? ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അഡ്വക്കേറ്റ് ആഷിയായാലും അഡ്വക്കേറ്റ് ജയശങ്കർ ആയാലും പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് സ്വാഭാവികമായി കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രോസിക്യൂഷന് ഒരു എഡ്ജ് ഉണ്ടാവും ആദ്യ ദിവസങ്ങളിൽ എന്നുള്ളത് എല്ലാ കേസുകളിലും നടക്കുന്നതാണ്. അതുപോലെ ഇതിലും സംഭവിച്ചിരിക്കുന്നു. ഇതിപ്പോൾ വാദത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ആരുടെയും വക്കാലത്തെടുക്കാനോ മറ്റോ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ വാദം കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ പിന്നെ ഇത് ജാമ്യം നിഷേധിച്ചത് ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ്, അതിന് പ്രോസിക്യൂഷൻ്റെ മിടുക്കൊന്നുമില്ല. അങ്ങനാണെങ്കിൽ ഹൈക്കോടതിയിൽ ജാമ്യം ലഭിച്ചാലും ഇതേ വാദം പറയണ്ടേ? അതും നടപടിക്രമമാണ്. പിന്നെ കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുകയും മേൽക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നത് ഒരു നടപടിക്രമമാണ്, പ്രോസിക്യൂഷൻ്റെ വീഴ്ചയൊന്നും അല്ല എന്ന് അന്നേരവും പറയേണ്ടി വരും. മറ്റൊന്ന് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ സിനിമാ രംഗം നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു പദപ്രയോഗം നമ്മൾ നടത്താറുണ്ട്. ഇപ്പം നമ്മൾ ഈ ചർച്ചകളിലെല്ലാം നടത്തുന്നൊരു പദപ്രയോഗമാണ്, സിനിമ കലയാണ് അല്ലേ? പക്ഷെ അത് മാറി ഇപ്പം നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്?
ഇൻഡസ്ട്രിയാണിത്. സിനിമ ഇൻഡസ്ട്രി എന്നാണ് നമ്മളെല്ലാം ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്ക്. അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നു. സിനിമയെ ഒരു വ്യവസായമാകുമ്പോൾ വ്യവസായത്തിൽ എന്താണ് നേട്ടം? നോട്ടം ലാഭമാണ്. അപ്പോൾ ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ ഇതിനകത്തുണ്ടാകും. ഇപ്പോൾ ദിലീപ് പ്രതി ചേർക്കപ്പെട്ടാൽ അതിൻ്റെ ഭാഗമായി കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ അവർ പരിശ്രമിക്കും. അതുപോലെ തിരിച്ചുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അതിജീവിക്കാൻ ഇതുവരെ ഈ നിമിഷം വരെ കേരള പോലീസിനും ഗവൺമെൻറ്റിനും കഴിഞ്ഞു എന്നുള്ള വസ്തുത അംഗീകരിച്ചല്ലേ പറ്റൂ. നിങ്ങളെല്ലാം ചർച്ച ചെയ്തതുപോലെ ഇവിടെ വമ്പൻ സ്രാവുകളെല്ലാം രക്ഷപ്പെടും, പരൽ മീനുകൾ മാത്രം പിടിക്കപ്പെടും എന്നെല്ലാം എത്രയോ നാളുകൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്നേരം പിന്നെ നമ്മൾ വാദിക്കുന്നത് ദുർബലമാണ് എന്നുള്ള നമ്മളുടേതായ വാദമാണ്. അതിലിപ്പോൾ പോലീസോ പ്രോസിക്യൂഷനോ കോടതിയോ, ഇപ്പോൾ കോടതി നിങ്ങൾ ഈ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല, പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് നിഷേധിക്കുന്നതിന് പര്യാപ്തമല്ല എന്ന് കോടതി പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ നമ്മൾ മൊബൈൽ ഫോൺ എവിടെ എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നുണ്ടാകില്ല. ഏറ്റവും പ്രധാന തെളിവല്ലേ അത്? അല്ല ഉണ്ടായാൽ അല്ല അതിന് കോടതി, ഞാൻ പറഞ്ഞ ഇത് നമ്മൾ കോടതിയല്ല, ഈ വക്കീലന്മാരുടെ മിടുക്ക് ഏത് സമയത്ത് ഏത് തരത്തിൽ ഉന്നയിക്കുന്നു എന്നൊക്കെ നമ്മൾ സിനിമയിലും ഒക്കെ കണ്ട്. ഞാൻ വക്കീലല്ല, ജയശങ്കറിനും ആഷിക്കും ഒക്കെ അത് നേരിട്ട് കണ്ട് പരിചയമുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു ഘടകമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഏതെങ്കിലും കാലത്ത് കിട്ടുക എന്നുള്ളതാണോ? വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കേണ്ടതല്ലേ? ഇപ്പോൾ നാളെ പിടിക്കും. അല്ല, രക്ഷപ്പെട്ടെന്ന് നമ്മളെന്തിനാ പറയുന്നത്? പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇന്ന് വരെ പോയിട്ടില്ല. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരെ പോയിട്ടില്ലല്ലോ. പിന്നെ രക്ഷപ്പെട്ടത് നമ്മൾ പറയുന്നതിനാ? ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് ആർക്കറിയാം? എവിടെയൊക്കെ പോകുന്നു എന്ന് നിരീക്ഷിക്കാൻ പോലീസ് ഈ ഘട്ടത്തിലായിരിക്കും. റിമാൻഡ് റിപ്പോർട്ടിലൊന്നും റിമാൻഡ് റിപ്പോർട്ടിൽ അതില്ലല്ലോ. അല്ല, ഈ അപ്പുണ്ണി പോലീസ് കസ്റ്റഡിയിലാണോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ. പോലീസ് കസ്റ്റഡിയിലാണെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് സംശയിക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് നമ്മുടെ ഊഹാഭോഗങ്ങൾ വെച്ചിട്ട് വർത്തമാനം പറയരുത്. ഇന്നൊരു പത്രത്തിൽ ഒരു ചെറിയ കോണം വാർത്തയുണ്ട്. ഒളിവിലൊന്നുമല്ല, പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്, പക്ഷെ പോലീസ് പുറത്തേക്ക് വിടുന്ന വാർത്ത ഇതാണ് എന്ന്. ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിന്റെ ഒരു രീതി അനുസരിച്ച് അതും ശരിയാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പോൾ അപ്പുണ്ണി കാണാനില്ല എന്ന് പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഉണ്ണിയെ കാണാനില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അടുപ്പമുള്ളവർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് വിവരങ്ങൾ ഉണ്ടാവില്ലായിരിക്കാം. അങ്ങനെയല്ല, പോലീസ് കസ്റ്റഡിയിലുണ്ട്, പോലീസ് ഈ വിവരം പുറത്തുവിടാതെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അത് ശരിയാണെങ്കിൽ പോലീസ് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അതൊരു വാർത്ത മാത്രമായിരിക്കും, അല്ലാതെ ഒരു സാഹചര്യം കാണുന്നില്ല. അല്ല, ഇപ്പോൾ ശ്രീ നൗഷാദും അതേ സംശയം ഉന്നയിച്ചിരിക്കുന്നു. അല്ല, പോലീസ് നിരീക്ഷണത്തിൽ വേണമെങ്കിൽ വെക്കാം, അവർക്ക് അറസ്റ്റ് ചെയ്യാം, അവർ കസ്റ്റഡിയിൽ വെക്കാം. വാർത്തകൾ എഴുതുന്നതിൻ്റെ പുറകെ നമ്മളത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ അനധികൃതമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കസ്റ്റഡിയിൽ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അല്ലെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ അപ്പുണ്ണി പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. പക്ഷേ ഈ വാർത്ത ഇപ്പോൾ തൽക്കാലം പുറത്തുവിടേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലെ ബുദ്ധി എന്താകാം? അത് എന്ത് കാര്യത്തിനായിരിക്കാം? അല്ല, അപ്പുണ്ണി പോലീസിന്റെ കസ്റ്റഡിയിലാണോ അല്ലോ എന്ന് എനിക്കറിയില്ല. ഇനി ആണ് എന്ന് വിചാരിക്കാം. പോലീസ് അങ്ങനെ ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് സാധാരണ നടപടിക്രമമുണ്ട്. ഈ കേസിലെ കാര്യമെല്ലാം പറഞ്ഞത് പോലീസുകാർ വളരെ പ്രമാദമായ കേസിൽ പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് അത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെന്ന് പതിവില്ല. അപ്പോൾ അവർ കൊണ്ടുപോയി കഴിയാവുന്ന രീതിയിലൊക്കെ ചോദ്യം ചെയ്യും, ചില സന്ദർഭങ്ങളിൽ ഭേദ്യം ചെയ്യും. ഇപ്പോൾ പഴയ പോലെ ഫിസിക്കൽ ടോർച്ചർ ബുദ്ധിമുട്ടായതുകൊണ്ട് മറ്റ് പല രീതികൾ പരീക്ഷിക്കും. അവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ മറ്റ് പല രീതികളുണ്ട് പോലീസുകാർക്ക്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് ഒരാളെ ഇങ്ങനെ പിടിച്ചിട്ട് പ്രതി സത്യം പറയാത്ത ആളാണെങ്കിൽ അയാളെ തല കീഴാക്കി കെട്ടി തൂക്കിയിട്ട്
അടിയിൽ കുറച്ച് മുളക്, വറ്റൽ മുളക് മേടിച്ചിട്ട് പോയിക്കും. അപ്പോൾ ഈ പുക അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ സത്യം പറയും. അപ്പോൾ ദേഹത്ത് പ്രത്യേകിച്ച് പരിക്കൊന്നും ഉണ്ടാവില്ല. പോലീസുകാർ ആഗ്രഹിക്കുന്ന സത്യങ്ങൾ ഇയാൾ നിന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പം ദിലീപിന് ആ രീതിയിൽ ചോദിക്കാൻ പറ്റില്ലോ. ആ പുണ്യം ഒരുപക്ഷെ ആ രീതിയിൽ ചോദ്യം ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ കേസിൽ ചെയ്തു എന്നല്ല, സാധാരണ പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ രാജ്യത്തെ പോലീസല്ലേ, അതിപ്പോൾ ആര് ഭരിച്ചാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ വേണം താനും, അല്ലാതെ ഇവരൊക്കെ എങ്ങനെ സത്യം പറയാം. നമ്മളിവിടെ വലിയ വലിയ മനുഷ്യാവകാശ തത്വങ്ങളൊക്കെ പറയുമെങ്കിലും പോലീസ് പ്രതികളെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഇങ്ങനത്തെ രീതികളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. അവരതൊക്കെ പയറ്റും. അതൊക്കെ കഴിഞ്ഞ് പ്രതി സത്യം പറയുന്ന ഘട്ടം വരുമ്പോൾ എവിടെയാണ് മൊബൈൽ ഫോൺ വച്ചിട്ടുള്ളതെന്ന് അതിൻ്റെ വായിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ആരുടെ കസ്റ്റഡിയിലാണെങ്കിൽ എവിടെ വെച്ചാൽ നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തെ പോലീസ് സാഹസികമായി ഇന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് ഒരു രേഖ ഉണ്ടാക്കി അത് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുക. അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് സത്യം പറയുക. ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ഒരു കാര്യവും കിട്ടിയിട്ടില്ല എന്നാണോ കരുതേണ്ടത്? സഹകരിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. ഒരു ദിവസം കൂടി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ കിട്ടി പോലീസിന്, എന്നിട്ടും ഒരു കാര്യവും കിട്ടിയിട്ടില്ല എന്നാണോ കരുതേണ്ടത്? ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. അത്ര വിഡ്ഢികളോ പൊട്ടന്മാരൊന്നും അല്ല നമ്മുടെ രാജ്യത്തെ പോലീസുകാർ. അവർ IPS പരീക്ഷ കോപ്പി അടിച്ച് പാസ്സായതൊന്നുമല്ല. അവർക്ക് ഇതൊക്കെ അന്വേഷിക്കാനും തെളിയിക്കാനും ഒക്കെ അറിയാം. ഇനി സ്മൃതി, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇനി മൊബൈൽ ഫോൺ കിട്ടിയില്ലാന്ന് നോക്കി എങ്കിൽ തന്നെ കേസ് ഇല്ലാതായി പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. ആ പെൺകുട്ടിയുടെ മൊഴിയാണ് ഇതിലെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ആ കുട്ടി കോടതിയിൽ വന്ന് നിവർന്ന് നിന്ന് കാര്യം ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ബന്ധപ്പെട്ട ആളുകളൊക്കെ ജയിലിൽ പോകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല. ഈ കേസിൽ മൊബൈൽ ഫോൺ കിട്ടിയില്ല നോക്കി എങ്കിൽ തന്നെയും കുറ്റം തെളിയിക്കാം. പോലീസിന് അതിനുള്ള സംവിധാനമുണ്ട്, പ്രോസിക്യൂഷൻ സംവിധാനമുണ്ട്. ജഡ്ജിമാരെ സഹതാപത്തോട്ടായിരിക്കും ഈ മാതിരി കേസുകളെ സമീപിക്കുന്നത്. ഈ സ്ത്രീപക്ഷ കേസുകളിലൊക്കെ, സ്ത്രീകൾക്ക് പീഡനത്തിനിരയായ കേസുകളിലൊക്കെ അതിന് സുപ്രീം കോടതി ചില പാരാമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപാണ് എന്ന് താൻ സംശയിക്കുന്നതായി നടി കോടതിയിൽ പറയുകയാണെങ്കിൽ അതാണ് ശരി എന്ന് കോടതി വെക്കുമെന്നാണോ? അതിന്മേൽ പിന്നീട് ചോദ്യങ്ങളോ അതിൽ കൂടുതൽ അന്വേഷണങ്ങളോ ഉണ്ടാകില്ല എന്നാണോ? ഒരിക്കലുമല്ല. നടി ഗൂഢാലോചനയെക്കുറിച്ച് നടി പറഞ്ഞാൽ ശോഭിക്കില്ല. അത് പോലീസുകാർ മറ്റു തരത്തിലുള്ള തെളിവുകൊണ്ട് ഹാജരാക്കണം. അതിനും മൊബൈൽ ഫോണല്ല പ്രധാനം, മറ്റ് തെളിവുകൾ. ഇയാളും ദിലീപും ഈ പ്രധാന പ്രതിയും തമ്മിലുള്ള ബന്ധം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയണം. അത് മറ്റ് തെളിവുകളെ ആശ്രയിച്ച് തന്നെ പോലീസ് തെളിയിക്കണം. അത് മൊബൈൽ ഫോൺ കൊണ്ട് തന്നെയല്ല തെളിയിക്കുക. മറ്റ് പല സാഹചര്യങ്ങൾ, ഇവർ തമ്മിൽ പണത്തിൻ്റെ ഡീലിങ്സ് ഉണ്ടായിട്ടോ, പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെക്കായിട്ടാണോ, ഡ്രാഫ്റ്റ് ആയിട്ടാണോ, പൈസ ആയിട്ടാണോ കൊടുത്തത്, ആ കൊടുത്ത പൈസ ഇയാൾ എവിടെ സൂക്ഷിച്ചു, ഏത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അങ്ങനെയൊക്കെയല്ലേ കുറ്റം തെളിയിക്കുക. പണ്ട് ഞാൻ പറയാം, ഗൂഢാലോചന സാധാരണ തെളിയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഗൂഢാലോചന തെളിഞ്ഞ ഒരു കേസിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ശ്രീ നൗഷാദിന് ഓർമ്മയുണ്ടോ? കൊല്ലത്ത് പണ്ട് ഒരു മേരിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു നേഴ്സിനെ ഒരു കത്തോലിക്ക വൈദികൻ, ലാസർ ആൻ്റണി എന്നാണ് എൻ്റെ ഓർമ്മ, ഫാദർ ലാസർ ആൻ്റണി, അയാളുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു. ചില വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തി. ആ കേസ് സെഷൻസ് കോടതിയിൽ നടത്തിയത് യശശ്ശേരിയനായ ശ്രീ കുഞ്ഞിരാമ മേനോനായിരുന്നു. ഹൈക്കോടതിയിലും അദ്ദേഹം തന്നെയാണ് നടത്തിയത്. കോടതി ഗൂഢാലോചന തെളിഞ്ഞു. ഗൂഢാലോചന തെളിയിക്കാൻ പോലീസിന് സാധിച്ചു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനാണ് സെഷൻസ് കോടതി വിധിച്ചത്. ഹൈക്കോടതിയിൽ വന്നപ്പോൾ ജീവപര്യന്തമാക്കി കുറച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അന്ന് മൊബൈൽ ഫോൺ വെച്ചിട്ടാണോ പോലീസ് അന്വേഷിച്ചത്? അല്ല, മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്ന മുമ്പാണ് കേസുണ്ടായത്. അപ്പോൾ പോലീസുകാർ ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് ഇതൊക്കെ തെളിയിക്കാൻ കഴിയും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരന്മാരോ ദുർബലരോ ഒന്നുമല്ല കേരള പോലീസ്. അവർക്ക് ഇതൊക്കെ തെളിയിക്കാനുള്ള കഴിവും സംവിധാനവും ഉണ്ട്. അതിന് ശക്തമായ പിന്തുണ കിട്ടണം. അതെങ്ങനെ വെച്ചാൽ സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടണം, ഭരണ നേതൃത്വത്തിൽ നിന്ന് കിട്ടണം, പോലീസുകാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകണം, മാധ്യമങ്ങളടക്കമുള്ള സംവിധാനങ്ങളുടെ സഹകരണം ഈ കാര്യത്തിൽ വേണം. പുറത്തു വരുന്ന തെളിവുകൾ എന്ന് പറയുമ്പോൾ കാണുന്നത് പൾസർ സുനിയും ദിലീപും ഒത്തുള്ള ചിത്രങ്ങളാണ്. പക്ഷെ അതൊന്നും തന്നെ മുകേഷിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു പലരുടെയും തോളിൽ കൈയിട്ട് വന്ന ചിത്രങ്ങളോ പോലെയല്ല. ദൂരെ നിൽക്കുന്നു പൾസർ, ദിലീപുള്ള സ്ഥലത്തൊക്കെ പൾസർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ്. അങ്ങനെ അവർ സുഹൃത്തുക്കളാണെന്നോ അവരൊരുമിച്ച് നിൽക്കുന്നുവെന്നോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളില്ല. അപ്പോൾ അതൊരു തെളിവാണോ? ചിത്രങ്ങളെ മാത്രം ആശ്രയിച്ചൊന്നും ഈ തെളിവിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. ഇവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്ന് കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവർ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ളതുകൊണ്ട്, അടുത്ത് വന്നിരുന്നു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സെൽഫി എടുത്തു എന്നുള്ളതുകൊണ്ട് അതൊരു ബന്ധമായിട്ടൊന്നും ആരോപിക്കാൻ വേണ്ടി കഴിയുകയില്ല. ഈ പറയുന്ന പ്രധാന കുറ്റകൃത്യം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകളും തയ്യാറെടുപ്പുകളും ഇവർ നടത്തിയിട്ടുണ്ടെന്നും അതിനാവശ്യമായി ഇവരോ ഇവർക്ക് വേണ്ടി ഇവരുടെ ആളുകളോ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും ഒക്കെ കാണിക്കുന്ന
തെളിവുകളാണ് വേണ്ടത്. വെറും ഫോട്ടോഗ്രാഫുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത്തരം ഗൂഢാലോചനകൾ തെളിയിക്കാൻ വേണ്ടി കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ദുർബലമായ തെളിവായിട്ട് അവശേഷിക്കുകയും കോടതിയെ തള്ളിക്കളയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം നടത്തി അത് കണ്ടിട്ടുള്ള